16-ാം ദിവസവും പാർലമെന്റിൽ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അമിത്ഷാ സഭയിലെത്തുമെന്ന് കേന്ദ്രം. അമിത്ഷായെ പ്രതിപക്ഷം കേൾക്കാൻ തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു തലവൂർ ചേരുന്നുണ്ട്. ദില്ലിയിൽ നിന്ന് വിഷ്ണു, ഒടുവിൽ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പാർലമെന്റിലേക്ക് എത്തുന്നു. 16 ദിവസങ്ങൾക്ക് ശേഷമാണ്. കിരൺ റിജിജു എന്താണ് പറഞ്ഞത്? ആരാണ് ഇവിടെ കേൾക്കാതിരിക്കുന്നുള്ള ചോദ്യം പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷം തുടക്കം മുതൽ പറയുന്നത് പ്രതിപക്ഷ ആഭ്യന്തരമന്ത്രി സഭയിലെത്തി വിശദീകരിക്കണം, ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച പോലീസ് നടപടിയെക്കുറിച്ച് വിശദീകരിക്കുക, അത് മാത്രമാണ് പ്രതിപക്ഷം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്താണ് കിരൺ റിജിജു പറഞ്ഞ കാര്യങ്ങൾ? എന്തായാലും ഇരു സഭകളിലും വലിയ പ്രതിഷേധം തന്നെയാണ് ഇന്നും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. രാജ്യസഭ 2 മണിക്ക് ചേർന്ന രാജ്യസഭ 15 മിനിറ്റ് നേരത്തേക്ക് നിർത്തിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോക്സഭയിൽ അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം നടക്കുന്നു. എന്നാൽ അല്പം മുന്നേ ലോക്സഭയിൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞിരിക്കുന്നത് അമിത്ഷാ സഭയിലെത്താൻ തയ്യാറാണ്, വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ അതിക്രമത്തിൽ ഉൾപ്പെടെ കൃത്യമായി ചർച്ച നടത്താൻ തയ്യാറാണ്, സംസാരിക്കാൻ തയ്യാറാണ് എന്നതാണ് ഇപ്പോൾ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സഭയെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം അമിത്ഷായെ കേൾക്കണം, ഇത്തരത്തിൽ അമിത്ഷാ സംസാരിക്കുമ്പോൾ ഈ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ ഉണ്ടാകരുത് എന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും പ്രതിപക്ഷ പ്രതിഷേധത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാരിന് വഴങ്ങേണ്ടി വരുന്നു. പ്രതിപക്ഷ പ്രതിഷേധം വിജയം കാണുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് തുടർച്ചയായിട്ടുള്ള 16 ദിവസം അമിത്ഷാ ഇതുവരെ സഭയിലെത്താൻ തയ്യാറായിട്ടില്ല. ഒടുവിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിന് വഴങ്ങി അമിത്ഷായ്ക്ക് സഭയിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ലോക്സഭയിൽ വലിയ പ്രതിപക്ഷ പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ രാജ്യസഭ ചേർന്ന് 15 മിനിറ്റത്തേക്ക് നിർത്തിവെച്ചു. പ്രതിപക്ഷം ഈ 16 ദിവസം ആവശ്യപ്പെട്ടത് ഒറ്റ കാര്യം മാത്രമാണ്, അമിത്ഷാ സഭയിലെത്തണം, വിശദീകരിക്കണം. ഇപ്പോൾ കിരൺ റിജിജു പറയുന്നത് അമിത്ഷാ സംസാരിക്കുമ്പോൾ പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കരുത്, ബഹളം ഉണ്ടാക്കണമോ ഇല്ലയോ എന്നുള്ളത് അമിത്ഷായും കേന്ദ്ര സർക്കാരും എടുക്കുന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. എന്താണ്, പ്രതിപക്ഷ പാർട്ടികൾ ഏതെങ്കിലും തരത്തിൽ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടോ? സിജു, പ്രതിപക്ഷത്തിന്റെ ആവശ്യം കൃത്യമാണ്. അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തി ഈ വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിലടക്കം മറുപടി നൽകുകയാണ് വേണ്ടത്, അത് കൃത്യമായി ചർച്ച ചെയ്യുകയാണ് വേണ്ടത് എന്ന ആവശ്യം തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അത്തരത്തിൽ ചർച്ചയാകാം, അമിത്ഷാ സഭയിലെത്താൻ തയ്യാറാണ് എന്ന് പ്രതിപക്ഷം എന്ന ഈ കേന്ദ്ര സർക്കാർ ഭരണപക്ഷം പറയുമ്പോൾ പോലും അമിത്ഷാ എപ്പോൾ സഭയിൽ വരുമെന്നതിൽ ഒരു കൃത്യത ഇതുവരെ വരുത്താൻ കേന്ദ്രം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു തയ്യാറായിട്ടില്ല. എന്തായാലും പ്രതിപക്ഷം കൃത്യമായി തന്നെ ആവശ്യപ്പെടുന്നത് ആദ്യം അമിത്ഷാ സഭയിലെത്തി മറുപടി പറയണം എന്ന് തന്നെയാണ്, അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കാം. ഈ ഒരു ആവശ്യമാണ് കഴിഞ്ഞ 15 ദിവസമായി അല്ലെങ്കിൽ 16 ദിവസമായി പ്രതിപക്ഷം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം കൃത്യമായി തന്നെ പറയുന്നത് ആദ്യം ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തി മറുപടി നൽകണം, അതിനുശേഷം കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടക്കണം. ആ തരത്തിൽ ചർച്ചകൾ നടന്നു കഴിഞ്ഞാൽ മാത്രം സഭാ നടപടികളുമായി സഹകരിക്കാമെന്നതാണ് പ്രതിപക്ഷം കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. നിരവധി വിഷയങ്ങളിൽ നാണം കെട്ട് നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതിൽ ഒന്ന് ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കി. അതോടൊപ്പം തന്നെ അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ കൃത്യമായ മറുപടി പറയാൻ പ്രധാനമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രിക്കോ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നിരവധി വിഷയങ്ങൾ, മാത്രമല്ല ബംഗിപ്പൂരിലുണ്ടായ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളിൽ നാണം കെട്ട് നിൽക്കുന്ന മോദി സർക്കാർ പല വിഷയങ്ങളിലും മറുപടി പറയാൻ മടിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി സഭയിലെത്താൻ പോലും മടിക്കുന്നു. വല്ലാത്ത ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. എന്താണ് പ്രതിപക്ഷത്തിൻ്റെ ഇനി അടുത്ത നടപടികൾ? എങ്ങനെയാണ് പാർലമെന്റ് പ്രതിഷേധവും അടക്കം പുറത്തും പാർലമെന്റിന് പുറത്തും അകത്തും ഏതൊക്കെ തരത്തിൽ പ്രതിഷേധം തുടരാനാണ് ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്? സിജു, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉടൻ തന്നെ സഭയിലെത്തി മറുപടി നൽകണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല. അത്തരത്തിൽ അമിത്ഷാ സഭയിലെത്തി മറുപടി നൽകാത്ത സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്തായാലും അക്കാര്യം ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെ വലിയ പ്രതിഷേധമാണ് ലോക്സഭയിൽ ഈ നിമിഷത്തിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അമിത്ഷാ സഭയിലെത്തി മറുപടി നൽകുമെന്ന് നേരത്തെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞെങ്കിലും അതിനുശേഷം മറ്റ് സഭാ നടപടികളിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര നിയമമന്ത്രിയായിട്ടുള്ള അർജുൻ റാം മേഘ്വാൾ പുതിയ ബില്ല് അവതരിപ്പിക്കുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. ട്രൈബൽ അഡ്മിനിസ്ട്രേറ്റീവ് ബില്ലാണ് ഇപ്പോൾ കേന്ദ്ര നിയമമന്ത്രി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ അമിത്ഷായുടെ മറുപടി ഇല്ലാതെ മറ്റ് നടപടികളിലേക്ക്
കടക്കില്ല, കടക്കുമ്പോൾ അതിൽ സഹകരിക്കില്ല എന്ന നിലപാട് തന്നെ പ്രതിപക്ഷം ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നു. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധം തന്നെയാണ് ലോക്സഭയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. രാജ്യസഭയിലും വലിയ പ്രതിഷേധം 2 മണിക്ക് സഭാ നടപടികൾ ആരംഭിച്ചപ്പോഴും അരങ്ങേറിയിരുന്നു. എന്തായാലും രാജ്യസഭ 15 മിനിറ്റ് വരെ, അതായത് 2:15 വരെയാണ് നിർത്തിവെച്ചിരിക്കുന്നത്. ലോക്സഭയിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ പ്രതിപക്ഷ ബഹളം തുടരുകയാണ്. സിജു, ശരി. വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്ന് പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്. പ്രതിഷേധങ്ങൾക്കൊടുവിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തുമെന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി എത്തുമ്പോൾ പ്രതിപക്ഷം ശബ്ദിക്കാൻ പാടില്ല എന്നതടക്കമുള്ള തിട്ടൂരം കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ഏതായാലും വല്ലാതെ നാണം കെട്ട് നിൽക്കുന്ന കേന്ദ്ര സർക്കാർ ഒടുവിൽ അമിത്ഷായെ വരുത്തുന്നു എന്ന് തന്നെയാണ് പറയേണ്ടി വരിക. പ്രതിപക്ഷ പ്രതിഷേധത്തിനൊടുവിൽ അമിത്ഷാ പാർലമെന്റിലേക്ക് എത്തുന്നു. വിവരങ്ങളാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്നും വിഷ്ണു തലവൂർ നൽകിയത്.